Good morning. Good morning, Miss. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. മാമിന്റെ മോനൊക്കെ സുഖായോ? അച്ഛനും ഇവർക്ക് സുഖമുണ്ടാ? അച്ഛൻ ഇന്നലെ ഡിസ്ചാർജ് ആയി. മോൻ കഴിഞ്ഞ വീക്ക് തന്നെ ഡിസ്ചാർജ് ആയി. ഇന്ന് ഞങ്ങളുടെ അവസാനത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ് കയറി ഓർമ്മയുണ്ടോ? അതേപോലെ ഒരു വെനസ്ഡേ നമ്മൾ ആദ്യമായിട്ട് കണ്ടു. അതേപോലെ ഒരു വെനസ്ഡേ നമ്മൾ അവസാനമായിട്ട് പിരിയുന്നു. ഇതാണല്ലേ? അതന്നെ മാം. ഇന്നെങ്കിലും ഒരു ദിവസം ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്തൂടെ? ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് ഓൺ ചെയ്യണം കേട്ടോ എല്ലാവരും. പതിയെ സ്റ്റാർട്ട് ചെയ്യാം. പ്രിയ, വേറെ ആരാ? Prayer. പാരം ദയാലുവായി ദാശിന്റെ ശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. Thought of the day. Thought of the day. Behavior is always greater than knowledge because in life there are many situations where knowledge fails but behavior can still handle. അറിവിനേക്കാൾ എപ്പോഴും വലുത് പെരുമാറ്റമാണ്. കാരണം അറിവ് പരാജയപ്പെടുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അവിടെയും പെരുമാറ്റം കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. APJ അബ്ദുൽ കലാമിന്റെ ഒരു തോട്ടാണ് മാം. ഹാവ് എ നൈസ് ഡേ. Okay. Signing. സൈനിങ് ചെയ്യുമായിരിക്കും. സൈനിങ്. MD18 ലാസ്റ്റ് ദിവസം ഇന്ന് ഈ ക്ലാസ്സിൽ മാമിനെ ലാസ്റ്റ് ആയിട്ട് വെൽക്കം ചെയ്യുന്നു. ശരി. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ Good morning, ma'am. ക്ലാസ് വെച്ചിരിക്കുകയാണ്. എന്തോ പറഞ്ഞോ? ഇല്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ ചില കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന് മുമ്പ് ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ 2 എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? അപേക്ഷിച്ച് കുറച്ച് ടഫായിരുന്നു. അപ്പോ പഠിച്ചിട്ടുണ്ടായില്ലേ? നന്നായിട്ട് 2-3 ക്ലാസ് ഒക്കെ നന്നായിട്ട് വന്നപ്പോഴേ ഇന്റേൺഷിപ്പിനും കയറിയിരുന്നു. അപ്പൊ ആകെപ്പാടങ്ങിട്ട് ഓക്കെ. പക്ഷെ തന്ന ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് മാത്രം പഠിച്ചിട്ടുള്ള പരീക്ഷയുള്ളത്. ഓക്കെ, എന്റെ ഭാഗത്തു നിന്നും ഞാൻ ടഫായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് പേപ്പർ കണ്ടാൽ മനസ്സിലാവും. ഒരു 9 ക്വസ്റ്റ്യൻസ് ഹിപ്പ് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോ അതിന്റെ ആൻസർ ഹിപ്പ് ആണോ ഷോൾഡർ ആണെന്നൊരു കൺഫ്യൂഷൻ. ടെക്സ്റ്റില് ഹിപ്പ് ആണല്ലേ കൊടുത്തത്, പിന്നെ ഷോൾഡർ പറഞ്ഞല്ലോ. ഹിപ്പാണെന്ന് ഷോൾഡർ ആണോ പറഞ്ഞത്? ഹിപ്പ് ഞാൻ കാണിച്ചു തന്നു അല്ലേ? ഹിപ്പാണെന്ന് പറഞ്ഞത്. അതൊരു ക്വസ്റ്റ്യൻ മാറ്റി ചെയ്ത്, അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോയ ക്വസ്റ്റ്യനിലെ യൂസസ് ഓഫ് ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്തായിരുന്നു. അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതിന് പകരമായിട്ട് ഇട്ട ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അത് പഠിക്കണ്ട. യൂസസ് ഓഫ് ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് പേപ്പർ 2 തുടങ്ങാം കേട്ടോ. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. എല്ലാവർക്കും നമ്മുടെ പേപ്പറിന്റെ പേര് ഓർമ്മ ഉണ്ടാവണം കേട്ടോ.
പേപ്പറിന്റെ പേര് ഏതാണ്? സെക്കൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, ഇതിന് എത്ര മാർക്കിന്റെ പരീക്ഷയാണത്? 100 മാർക്ക് അല്ലേ? പേപ്പർ ഓരോ പേപ്പേഴ്സ് എത്ര മാർക്കാണ്? 50 മാർക്ക്. 50 മാർക്കാണ് ഓരോ പേപ്പേഴ്സ് കേട്ടോ. ചൈൽഡ് ന്യൂട്രീഷനും ഒരു പേപ്പറും പേപ്പർ 1 അല്ലെ, ചൈൽഡ് ന്യൂട്രീഷൻ പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവും. സെക്കൻഡ് നമുക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻസ് അല്ലേ 2 മാർക്കല്ലേ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇപ്പൊ വരുന്നത്? അല്ല, അപ്പൊ ചാപ്റ്റേഴ്സ് ഉണ്ട്. 5 ചാപ്റ്റേഴ്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പേപ്പർ 1 കാര്യം എനിക്കറിയില്ല, അത് അവരുടെ മിസ്സും ഒക്കെ ഇടുന്നത്. പേപ്പർ 2 സൈക്കോളജി, പിന്നെ പേപ്പർ 4 ലാസ്റ്റ് പേപ്പറാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ യൂണിറ്റ് പേപ്പർ 2 എന്ന് പറയുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, പിന്നെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മിസ് ചെയ്തിട്ടുണ്ടല്ലോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അങ്ങനെ 5 ചാപ്റ്റേഴ്സ് എന്നാണ് ഞാൻ 50 ക്വസ്റ്റ്യൻ വരും. പേപ്പർ 2 5 ചാപ്റ്റർ ആണ് ഉള്ളത് കേട്ടോ. പേപ്പർ 2 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, 5 ചാപ്റ്റേഴ്സ്. പേപ്പർ 2 ഈ 5 ചാപ്റ്ററിന്റെ ആയിരിക്കുള്ളൂ എക്സാം വരുന്നത്. മനസ്സിലായോ? ഓക്കെ, പേപ്പർ 3 എന്ന് പറയുന്നതാണ് നമ്മുടെ സൈക്കോളജി കേട്ടോ. പേപ്പർ 3 ആണ് സൈക്കോളജി പേപ്പർ. ഓക്കെ, അത് 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് 6th ചാപ്റ്റർ സൈക്കോളജി, 7th ഏതാണ്? 7th ചാപ്റ്റർ ഏതായിരുന്നു? എഡ്യൂക്കേഷൻ സൈക്കോളജി. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, നീഡ്, ഡിഫൻസ് മെക്കാനിസം, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. മനസ്സിലായി? അപ്പൊ പേപ്പർ 3 സൈക്കോളജിയിൽ 5 ചാപ്റ്റേഴ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ക്ലിയർ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്? ഓരോ മാർക്ക് വെച്ചിട്ട്. മോക്ക് ടെസ്റ്റിന് അല്ല, ഈ ടേം എക്സാമിന് 2 ആയിരുന്നു, അതാണ് ചോദിച്ചത്. ടേം എക്സാം പോലെയല്ല. ടേം എക്സാം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നല്ലേ, ഇത് മെയിൻ എക്സാം അല്ലേ? മെയിൻ എക്സാമിനേഷൻ ആണ്. അതെങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇനി പേപ്പർ 4 എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളുടെ മോണ്ടിസോറി ഭാഗങ്ങളാണ് കേട്ടോ. ഡിഷൻസിന്റെ പേപ്പേഴ്സ് ആണ് മോണ്ടിസോറി ഭാഗങ്ങള്. പേപ്പർ 5ലാണ് നമ്മുടെ ടെൻഡൻസി, മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലേ അത് വരുന്നത്. പേപ്പർ 6 ആണ് നമ്മുടെ ഏതാണ്? സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഇല്ലേ? സ്കൂൾ മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്, ആ ഭാഗങ്ങള്. പിന്നെ ലാസ്റ്റ് പേപ്പറാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പർ, 50 മാർക്കിന്റെ ഇംഗ്ലീഷ് പേപ്പർ. അത് ഒരൊറ്റ എക്സാം ആണ് കേട്ടോ. ഒറ്റ എക്സാം, ഇംഗ്ലീഷിന് മാത്രമായിട്ട് ഒരു പേപ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾ ടേം എഴുതിയപ്പോ എല്ലാ പാർട്സിന്റെ കൂടെ ഒരു 10 മാർക്കിന്റെ അല്ലേ പരീക്ഷ എഴുതിയത് ഇംഗ്ലീഷ്? അങ്ങനെയല്ലേ എഴുതിയത് ഇപ്പോ? ഇനി അത് ഒരു എക്സാം മാത്രമായിട്ട്, അതായത് ഇപ്പൊ ഓരോ പേപ്പേഴ്സ് നടത്തുന്നത് പോലെ ആയിരിക്കും ഇംഗ്ലീഷിന് മാത്രം ഒരു പരീക്ഷ ഉണ്ടായിരിക്കും കേട്ടോ. 50 മാർക്ക്. നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് ഗ്രോത്തില് ഓരോ ചാപ്റ്റേഴ്സിന്റെ ഓരോ ഭാഗങ്ങളും ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇതിൽ ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻ ആണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് പഠിക്കുക കേട്ടോ. അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് നോക്കാം. ആ ഡെഫിനേഷൻ മാത്രമാണ് കേട്ടോ. ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനേഷൻ പഠിക്കാം. പിന്നെ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റ്, ഈ ഒരു ബോക്സ് എല്ലാവരും നന്നായിട്ട് പഠിച്ചോണ്ടേ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഈ ഒരു ബോക്സ് കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഗ്രോത്ത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, എന്താണ് അതിന്റെ ഫംഗ്ഷനിങ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്, മറ്റേത് എന്താണ് ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവ് ആണ്. അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു നോക്കാം കേട്ടോ. ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആണ്, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫങ്ഷണൽ ആണ് അല്ലെ? നമുക്ക് ഗ്രോത്ത് മെഷർ ഏതാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഡെവലപ്മെന്റ്. എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഗ്രോത്ത് ആണ് അല്ലെ? നമ്മുടെ സൈസ്, വെയിറ്റ് അല്ലെ, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റി ഉണ്ട് അതിന് അല്ലെ. മറ്റേത് എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ബേസ്ഡ് ആണ് അല്ലെ. അപ്പൊ ഈ ബോക്സ് എല്ലാവരും നന്നായിട്ട് നോക്കിക്കൊള്ളേ. ഓക്കെ, പിന്നെ നമ്മൾ അതിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്
ഇതില് ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ്സ് നന്നായിട്ട് ടിക്ക് ചെയ്ത് പോവാ, അത് നന്നായിട്ട് നോക്കാം കേട്ടോ. Then എട്ടാമത്തെ പോയിന്റ് ഇല്ലേ, അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. എട്ടാമത്തെ പോയിന്റ്, ഡെവലപ്മെന്റ് ഇസ് ദി പ്രൊഡക്റ്റ് ഓഫ് മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. അപ്പൊ ആ ഭാഗം ഇപ്പോഴും ഓർക്കുക കേട്ടോ. പിന്നെ ബാക്കിയൊന്നും പഠിക്കണ്ടെന്നല്ല പറയുന്നത്, ആ ഭാഗം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പറയുന്നത് പ്രിൻസിപ്പിൾസ് എന്തായാലും നോക്കണം. എട്ടാമത്തെ പോയിന്റ് നന്നായിട്ട് ഒന്ന് നോക്കാം. ഇനി ഗ്രോത്തിനെ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത് അല്ലെ. ഒന്ന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഓരോന്നിലും ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കണം. ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. എൻവയോൺമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീ നാച്ചിലും പോസ്റ്റ് നാച്ചിലും ഉൾപ്പെടുന്നത്. പ്രീ നാച്ചിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. പ്രീ നാച്ചിൽ എന്തൊക്കെ വരുന്നുണ്ട്, മെയിൻറ്റെനൻസ്, ഹെൽത്ത്, മദേഴ്സ് ഫിസിക്കൽ, ന്യൂട്രീഷൻ, ഡ്രഗ് ഓർ ആൽക്കഹോളിക് ഇൻടേക്ക്, ആക്സിഡന്റ്, ഇതിനകത്ത് വരുന്ന ഈ പ്രീനാറ്റൽ ഹെഡ് പോയിന്റ് താഴെ വരുന്ന എല്ലാ പോയിന്റ്സും ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് നാറ്റലിൽ വരുന്ന പോയിന്റ്സുകൾ നോക്കാം. പോസ്റ്റ് നാറ്റൽ നമ്മൾ പക്ഷെ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. പോസ്റ്റ് നാറ്റലിൽ വരുമ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്, ലിവിംഗ് കണ്ടീഷൻ, പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ്. സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിന്റെ കീഴിൽ എന്ത് വരുന്നുണ്ട്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ്, ഫാമിലി സ്ട്രക്ചർ, സെക്സ് ആൻഡ് കൾച്ചർ. ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ എന്തെല്ലാം വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി, എക്സ്പ്ലോർ ടു എക്സ്പീരിമെന്റ്, പിന്നെ എന്താണ് അങ്ങനെ പ്രൊവൈഡിങ് വെറൈറ്റി ആക്ടിവിറ്റീസ്. അപ്പൊ ഓരോന്നിന്റെ കീഴിൽ വരുന്ന എന്തൊക്കെയാന്ന് പഠിക്കുക. പറയുന്നത് മനസ്സിലാവുണ്ടോ? എപ്പോഴും ടെക്സ്റ്റും മോക്ക് ടെസ്റ്റും അടുപ്പിച്ചിരുന്ന് വായിക്കണം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച ആൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും കേട്ടോ. അങ്ങനെ വായിച്ചു പോവാ. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേജസ് കൊടുത്തിട്ടില്ലേ കുട്ടികളുടെ, സിറ്റിംഗ്, വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്തുകൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കണേ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതില് നമ്മള് സിംഗിൾ സെൽസിനെ വിളിക്കുന്ന പേര് എന്താന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സിംഗിൾ സെല്ലിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, സൈഗോട്ട് അല്ലെ. എത്ര ക്രോമസോംസ് ആണ് നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്, 46 ക്രോമസോം ഉണ്ട്. അതിൽ എത്ര പെയേഴ്സ് ഉണ്ട്, 23 പെയേഴ്സ് ആണ് അല്ലെ. ഇനി കുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കുന്നത്, ആൺകുട്ടിയാണോ, ആൺകുട്ടിയുടെ സെക്സ് നിർണ്ണയിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, ക്രോമസോംസ് ഏതൊക്കെയാണ്, എക്സ്, Y. പെൺകുട്ടിയാണെങ്കിലോ XX. എക്സ്. ആ ഭാഗം നോക്കിക്കോളണം കേട്ടോ. പിന്നെ ഇംപ്ലാന്റേഷൻ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല ഇംപ്ലാന്റേഷൻ എന്താന്ന്. ആ ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കാം, വേറെ പ്രത്യേകിച്ചായിട്ട് ഇതിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. പിന്നെ തന്ന ബോക്സും പ്രിൻസിപ്പിൾസും ഒക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ. അത്ര ഈ ഭാഗത്ത് നോക്കാനുള്ളൂ. ഒരു പിന്നെ അവിടെ പോയിന്റ് പറയുന്നത് നോർമൽ വെയിറ്റ് ഓഫ് എ ചൈൽഡ് ഇസ് അബൌട്ട് 7 pounds or 3 kg. ആ ഭാഗം ഒന്ന് നോക്കിക്കോളണം കേട്ടോ. നോർമൽ വെയിറ്റ് ഓഫ് എ ചൈൽഡ് ഇസ് അബൌട്ട് 7 pounds or 3 kg. ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ അതൊക്കെ മാത്രം ഒന്ന് റിവൈസ് ചെയ്താൽ മതി കേട്ടോ. ചാപ്റ്റർ 1 അതാണ് വരുന്നത് കേട്ടോ. യൂണിറ്റ് 2 നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഒരു ഭാഗം ഉള്ളവരെ അതൊന്ന് നോക്കിയേക്കും കേട്ടോ. ഈ ഒരു ഭാഗം പോയിന്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഇത് നോക്കാം. അതിൽ ഓരോ ഇയേഴ്സ് പറയുന്നുണ്ടല്ലോ. പ്രീ ചൈൽഡ്ഹുഡ് പീരീഡ് എപ്പോഴാണ്, 3 to 6 years. മിഡിൽ ചൈൽഡ്ഹുഡ് എപ്പോഴാണ്, 7 to 9 years. ലേറ്റർ ചൈൽഡ്ഹുഡ് എപ്പോഴാണ്, 10 to 30. ഓക്കെ, ആ ഇയേഴ്സ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കാം കേട്ടോ. പിന്നെ വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് നോക്കാം. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്, ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ഉണ്ട്, ലാർജ് ടു സ്മോൾ ട്രെൻഡ് ഉണ്ട്, സെഫാലോഗേഡൽ ട്രെൻഡ്, പ്രോക്സിമോ ഡിസ്റ്റൽ, ബൈലാറ്ററൽ, മാക്സിമം ടു മിനിമം അല്ലെ. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പേരുകൾ ഓർത്തു വെക്കുക. ഈ 5 പേരുകൾ ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ എന്താണ് അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെഫാലോഗേഡലും പ്രോക്സിമോ ഡിസ്റ്റൽ ആണ് അല്ലെ. അത് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക്.
അതാണ് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, യെസ്. ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കാം. അതിന്റെ ആ മോക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കാം കേട്ടോ. Then third one, social emotional development. പ്രീ സ്കൂൾ ഇയറിലെ കുട്ടികളുടെ ഇമോഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് ആദ്യത്തെ 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കുട്ടികളുടെ ഇമോഷൻസ് എപ്പോഴും റെഗുലർ ആയിരിക്കുമോ? റെഗുലർ ആണോ? വ്യത്യാസം വരും, ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരു പെട്ടെന്ന് ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെ. ടെമ്പററി ആണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ആർ ടെമ്പററി. ദ ചൈൽഡ് ഇമോഷൻസ് വെരി ക്വിക്ലി. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്, അവര് ഇമോഷൻ കാണിക്കുന്നത് മാത്രത്തോളം തീവ്രമായ രീതിയിലായിരിക്കും. കരച്ചിലാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണ്, അവര് അത്ര തീവ്രമായിട്ട് സിവിയർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരിക്കലും കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഇൻഡയറക്റ്റ് ആയിട്ട് അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇമോഷൻസ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ക്രൈയിങ് അല്ലെങ്കിൽ നെയിൽ ബൈറ്റിങ്, കം സക്കിങ് അല്ലെ, സ്പീച്ചിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ കൊണ്ട് കുട്ടികളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഭാഗം നോക്കിക്കൊള്ളണേ. പിന്നെ നമ്മള് ഒക്കെയാണ് ഈ ഹെഡ് പോയിന്റ്സ് നോക്കണം. ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഇത്രയും ഹെഡ് പോയിന്റ് ഓർത്ത് വയ്ക്കും കേട്ടോ. ഒരു ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. ഹെഡ് പോയിന്റ്സ് മാത്രം ഒന്ന് നിങ്ങൾ നോക്കുക. എന്നിരുന്നാൽ പോലെ ഇത് വായിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നതെന്നുള്ളത്? ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെ പഠിക്കണം എന്താണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റേഴ്സില്ലേ, ഇപ്പൊ പേപ്പർ 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് അങ്ങനെ അങ്ങനെ പഠിച്ചു പോവാം. അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പേപ്പർ 2 ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പർ 2 5 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. പേപ്പർ 3 5 ചാപ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ റോൾ ഓഫ് ടീച്ചർ ഒക്കെ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇമോഷൻ ഡെവലപ്മെന്റിലെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്ന്. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസിയില് ഇതില് സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി എന്ന ഒരു ഭാഗത്ത് ഒരു 7 പോയിന്റ്സ് ഉണ്ട്. ഓരോ മന്തിലും കുട്ടികളുടെ ഒരു റിയാക്ഷൻസ്, അവരുടെ ആക്ഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അതൊന്ന് നോക്കിക്കോളെ. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുട്ടി സോഷ്യബിൾ ആയിരിക്കുമോ? കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇല്ല. എപ്പോഴാണ് ഒരു സോഷ്യൽ സ്മൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് മാസത്തിലാണ്? ഏത് വീക്കിലാണ്? ഏകദേശം ഒരു 6 വീക്ക് അല്ലെ. ഏകദേശം around the age of 6 weeks and a true smile appears and is considered as the beginning of socialization. ഒരു കുട്ടിയിലെ സോഷ്യലൈസേഷൻ ബിഗിൻ ചെയ്യുന്നത് ഏകദേശം ഒരു 6 വീക്സിനുള്ളിലാണ് കേട്ടോ. അപ്പോഴാണ് കുഞ്ഞ് മറ്റൊരാളെ നോക്കി മാം ഒരു സീനിയർ കാണിച്ചു തരും. മയില് ആടുന്നത് കാണിച്ചു തരട്ടെ? ഓക്കെ, ഞങ്ങൾ കാണിച്ചു തരാ. ഒരു മിനിറ്റ്. എവിടെയാണോ കാണിച്ചു തരാം, ഇപ്പൊ കാണിച്ചു തരാ. അയ്യോ പോവൊന്നും ഇപ്പൊ. നേരെ വിളിച്ചാലും മതി. മാമിന്റെ ഇത് കാണുന്നില്ല. അത് പോകുന്നു ഇപ്പൊ. അവിടെ ഉണ്ട്, കാണുന്നുണ്ടോ? ഇല്ല, പാടം കാണാം. കാണിച്ചു തരാം. അവര് മാമിന്റെ സ്ക്രീൻ കാണുന്നില്ല. കാണുന്നില്ലടോ. അയ്യോ അത് പോയി.
വ്യക്തമാവുന്നില്ല. ഞങ്ങളൊരു നോക്കട്ടെ, video എനിക്ക് ഒരു മിനിറ്റ്. എന്താ സാധനം മനസ്സിലായില്ല. മയില് ഓ പിക്കോക്ക്. മയിലോ? മയില് പീല് വിടർത്തി ആടുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ. അത് കാണിച്ചു തരാം. അതിനപ്പോ ക്യാമറ ഓൺ ആവുന്നില്ല. ക്യാമറ ഓൺ ആവുന്നില്ല. എന്നാ കുഴപ്പമില്ല, പോട്ടെ. കാണാൻ പറ്റിയില്ല. നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ അതിനെന്താ പറയുന്നത്, പിന്നെ അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് പറയാനില്ല. ഇനി സോഷ്യലൈസേഷൻ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഫാമിലി, പിയർ ഗ്രൂപ്പ്. ഓക്കെ, സോഷ്യലൈസേഷൻ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാമിലി, പിയർ ഗ്രൂപ്പും ആണ് കേട്ടോ. ഓർത്ത് വെക്കണേ, സോഷ്യലൈസേഷൻ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഏതൊക്കെ റോളാണ് ടീച്ചർ ചെയ്യുന്നത്, ഈ ഒരു ഭാഗം കൂടി ഒന്ന് നോക്കിയേക്കണേ. എല്ലാവരും ഒന്ന് നോക്കിയേക്കണേ. ഇത് ഫോർത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്റർ ആയിരിക്കും. ഇതോ ഈ ചാപ്റ്ററിൽ ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് വരുമോ? ആ ചോദിക്കും. ഗോൾഡ്മാൻ അല്ലേ? പിന്നെ തിയറി ഓഫ് സോഷ്യൽ തന്നിട്ടുണ്ടല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ഡാനിയൽ ഗോൾഡ്മാൻ കേട്ടോ. ഓർത്ത് വെക്കണേ. തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും അതേപോലെ തന്നെ പഠിക്കാം. എവിടെ വെച്ചാണ് ക്വസ്റ്റ്യൻ മാറുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കണേ. ഇത് നിങ്ങൾക്ക് പിന്നെ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തപ്പോ ഏതൊക്കെ ഒരു ക്വസ്റ്റ്യൻ പുതിയതായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാ? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്? ഒന്ന് നമ്മുടെ ഗുഡ് മാനേഴ്സിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിക്കുന്നത്. ഞാൻ ആ സമയത്തൊന്ന് പറഞ്ഞുതരാം. ഇതൊന്ന് നമുക്ക് ഈ ചാപ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞുതരട്ടെ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ മോക്ക് ടെസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ പഠിക്കാം. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മിസ് ആണ് എടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതെ. അപ്പോ ആ മിസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി കേട്ടോ. ഞാൻ എടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസും തിയറീസിൽ നിന്ന് കൂടുതൽ തിയറീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ടീച്ചർ തന്നിരിക്കുന്നത് മാത്രം നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ടീച്ചർ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. ഓക്കെ, അത് പഠിച്ചാൽ മതി. അതിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് ആ ഒരു തിയറി പഠിക്കാനുണ്ട് കേട്ടോ. 3 സ്റ്റേജസ്. ബ്രൂണറിന്റെ തിയറി ആണിത്. ബ്രൂണറിന്റെ തിയറിയിൽ 3 സ്റ്റേജ് ഉണ്ട്. ആക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഈ 3 സ്റ്റേജ് നല്ല രീതിയിൽ പഠിക്കണേ കേട്ടോ. ബ്രൂണർ ആണ് ഇത് കോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബ്രൂണറിന്റെ തിയറി ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജ് തിയറി. അതിൽ 3 സ്റ്റേജ് ഉണ്ട്. ഇത് ഓർഡർ പോലും തെറ്റാൻ പാടില്ല കേട്ടോ. ആദ്യത്തെ സ്റ്റേജ് ആണ് ഇനാക്റ്റീവ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ഇനിയിപ്പോ സ്റ്റേജസ് ഒക്കെ റിലേറ്റ് ചെയ്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി ചോദിക്കാം. അപ്പൊ സ്റ്റേജ് ഒരിക്കലും മാറിപ്പോയത്. ഇത് അതേ ഓർഡറിൽ തന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറിയിൽ നിങ്ങൾക്ക് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടികളുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ഈ ഭാഗങ്ങളുണ്ട്. അതിലാ പോയിന്റ്സുകൾ നന്നായിട്ട് നോക്കി പഠിക്കാം. എപ്പോഴൊക്കെയാണ് ലോജിക്കൽ തിങ്കിങ് ഒക്കെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ് ഏതൊക്കെയാണ്, ഒബ്ജക്റ്റ് പെർമനൻസ് എപ്പോഴാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ടീച്ചർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെന്താണ് ഇതില് കാര്യങ്ങൾ തന്നെ പഠിക്കാം. പിന്നെ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റിന്റെ ഈ ഹെഡ് പോയിന്റ്സ് ഇല്ലേ, ഏതൊക്കെ ഏരിയസിലാണ് മെന്റൽ ഡെവലപ്മെന്റ് ഇരിക്കുന്നത്, ഈ ഇഞ്ചി വരെയുള്ള പോയിന്റ്സ്, കോൺസെപ്ഷ്യൽ ഫോർമേഷൻ മുതൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ബാക്കി ടീച്ചർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇത് യൂണിറ്റ് 5 എടുത്തിരിക്കുന്ന ആരാണ്? അപർണ മിസ് ആണ്. ഓക്കെ, അപർണ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇതിൽ നമുക്ക് ഇവിടെ ഈ സീക്വൻസസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വീക്ക് ബൈ വീക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ വന്നിട്ടില്ലേ, ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോണം കേട്ടോ. അപർണ പറഞ്ഞു തന്നോന്ന് എനിക്കറിയില്ല. തന്നിരുന്നോ? പറഞ്ഞു തന്നിരുന്നോ? ആ ഭാഗം നന്നായിട്ട് നോക്കാം. അപ്പൊ ഞാനത് എടുക്കുന്നില്ല കേട്ടോ.
അവിടെ വരെയാണ് നമ്മുടെ എന്ത് പേപ്പർ 2 പരീക്ഷ കേട്ടോ. 5 ചാപ്റ്റർ ആണ് പേപ്പർ 2-നുള്ളത്. ആർക്കും ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. 5 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം. 5 മോക്ക് ടെസ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ടെക്സ്റ്റും വായിക്കും, ഒപ്പം ടെക്സ്റ്റും വായിക്കും. അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സൈക്കോളജി പേപ്പർ 3 ആണ്. സൈക്കോളജി എല്ലാവരും ഓർത്ത് വെക്കണേ. പേപ്പർ 3 സൈക്കോളജി, പേപ്പർ 2 ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സോറി ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സൈക്കോളജിയുടെ ഫാദർ ആരാണെന്നാണ് നമ്മൾ പഠിച്ചത്? വില്യം വുണ്ടർ. വില്യം വുണ്ടർ ആണ് അല്ലെ. സൈക്കോളജി ഏത് വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡായ സൈക്ക്. സൈക്ക് ആൻഡ് ലോഗോ. സൈക്ക് എന്ന് പറഞ്ഞാൽ സോള്, ലോഗോ മീൻസ് സയൻസ് അല്ലെ, ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം നന്നായിട്ട് നോക്കിക്കോളണം. ഫാദർ ഓഫ് സൈക്കോളജി. അതേപോലെ സൈക്കോളജി ഏത് വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ആ വാക്കുകൾ രണ്ടെണ്ണം ഏതാണ്, ഏത് വേർഡാണ്? ഗ്രീക്ക് വേർഡാണ് എന്നുള്ള ഈ 3 കാര്യം ഓർത്തിരിക്കണം. അതേപോലെ സൈക്കിങ്ങിന്റെ അർത്ഥം എന്താണ്? സൈക്ക് എന്ന് വെച്ചാൽ സോൾ ആണ്, ലോഗോസ് മീൻസ് സയൻസ് ആണ്. ഭാഗം ഓർത്ത് വെച്ചോളണേ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മള് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വികസന മനഃശാസ്ത്രത്തെ കുറിച്ച്. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ പഠിക്കാം. ഞാൻ കൺഫ്യൂഷൻ അടിക്കുന്നില്ല. ഡെവലപ്മെന്റൽ സൈക്കോളജിന്റെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലൈഫ് സ്പാൻ സൈക്കോളജി കേട്ടോ. അവിടെ ടെക്സ്റ്റ് കിടപ്പുണ്ട്. ലൈഫ് സ്പാൻ സൈക്കോളജി എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, പിന്നെ ചൈൽഡ് സൈക്കോളജി എന്താണ് ഡീൽ ചെയ്യുന്നത്? ചൈൽഡ് സൈക്കോളജി കൺസേൺഡ് വിത്ത് ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ കേട്ടോ. ഈ 5-ാമത്തെ 6-ാമത്തെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ആണ് നന്നായിട്ട് പഠിച്ചാൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് കവർ ചെയ്തോളണേ. ഓക്കെ, അപ്പൊ ഇതില് 2 സൈക്കോളജി വരുന്നുണ്ട്. ഒന്ന് ഡെവലപ്മെന്റൽ സൈക്കോളജി, ഉണ്ട് ചൈൽഡ് സൈക്കോളജി എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വരുന്നതെല്ലാം ടീച്ചർ തന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ സൈക്കോളജിയിൽ പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പേജില് 58 എന്ന പേജ് എടുത്ത് എല്ലാവരും. 58ല് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജിയുടെ ലാസ്റ്റ് ഭാഗം കണ്ടോ? ലാസ്റ്റ് ഭാഗമല്ല, ലാസ്റ്റിന് തൊട്ട് മുന്നുള്ള ഈ പാരഗ്രാഫ്, ലാസ്റ്റിലെ സെക്കൻഡ് പാരഗ്രാഫ് കണ്ടോ? ഇത് കണ്ടോ? അപ്പൊ സൈക്കോളജി ടീച്ചേഴ്സിനെ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ലാസ്റ്റ് ഒരു ഭാഗത്തിൽ ഇൻ ഷോർട്ടിൽ പറയുന്നത് കണ്ടോ നിങ്ങള്? In short, psychology helps teachers in deciding what to teach, who to teach, and how to teach. Okay, ഇത് പറഞ്ഞു തന്നിരുന്നു തോന്നുന്നു അല്ലെ. ഈ ഭാഗം നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ. മാർക്ക് ചെയ്യോ പിക്ക് ചെയ്തോ വിടാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. Then unit 7 education psychology. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ ആരാണ്? എഡ്വാർഡ് തൊണ്ടേക്ക് ആണ് അല്ലെ. എഡ്വാർഡ് തൊണ്ടേക്ക് ആണ് ഇതിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഇൻ എഡ്യൂക്കേഷൻ സിറ്റുവേഷൻസ്. ഈ ഒരു ഡെഫിനേഷനും പഠിച്ചിരിക്കണം. പിന്നെ വരുന്നത് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ നേച്ചർ എങ്ങനെയാണ്? ഈ ഹെഡ് പോയിന്റ് ഓർത്തിരിക്കണേ. ലേണർ, ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ, ടീച്ചർ. ഇതാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഈ ഹെഡ് പോയിന്റ്സ് ഓർത്തിരിക്കും. ഇതിന്റെ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിക്കാം. ഇതിൽ ഉൾപ്പെടാത്ത ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഹെഡ് പോയിന്റ്സ് എന്തായാലും ഓർത്തിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ലിമിറ്റേഷൻസ് അത് നോക്കണ്ട. റെലവൻസ് പഠിക്കാം കേട്ടോ. റെലവൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചു ഓർക്കണ്ടോ? എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്?
ലേണറിനെ മനസ്സിലാക്കാൻ പറ്റും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും, ലേണിംഗ് പ്രോസസ് ഈസി ആക്കാൻ പറ്റും, നല്ല എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും, കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യാം, ഗൈഡൻസ് കൊടുക്കാം, എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും, ക്ലാസ് റൂമിനകത്തുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും തിരിച്ചറിയാൻ സാധിക്കും, പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഇത്രയും പോയിന്റ്സ് ഇല്ലേ, ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണർ മുതൽ ടു നോ അബൌട്ട് ഹിംസെൽഫ്, ഈ റെലവൻസ് നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മെത്തേഡ്സ്, അടുത്ത ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഈ മെത്തേഡ്സുകളുടെ പേരുകൾ പഠിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? Introspection, ഇൻട്രോസെപ്ഷൻ clinical മെത്തേഡ്, method, observation, observation, ഒബ്സർവേഷനിൽ നമ്മൾ എത്രണ്ണം പഠിക്കുന്നുണ്ട്? ഒബ്സർവേഷൻ തന്നെ 4 ഉണ്ട് അല്ലെ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ഒബ്സർവേഷൻ, അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇതിനൊക്കെ പേരെങ്കിലും നന്നായിട്ട് നോക്കണേ. അതേപോലെ ഇൻട്രോസെപ്ഷനില് ഇൻട്രോ എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? 2 വേർഡ്സ് ആണ് അല്ലെ? 2 വേർഡ്സ് കമ്പോസ് ചെയ്തതാണ്, ഇൻട്രോ ആൻഡ് അസെപ്ഷൻ. ഇൻട്രോ മീൻസ് inward, ഇൻവാർഡ്, ഇൻട്രോ ഇൻവാർഡ്, അസെപ്ഷൻ മീൻസ് ലുക്കിംഗ്, ഉള്ളിലേക്ക് നോക്കുക. ആത്മപരിശോധന രീതിയാണ് അല്ലെ? ഓൾഡസ്റ്റ് മെത്തേഡ് ആണ് അല്ലെ? ഇത് ആരാണ് കൊണ്ടുവന്നത് പഠിച്ചിട്ടുണ്ടായോ? വില്യം മുണ്ടറ്റ്. വില്യം മുണ്ടറ്റ് തന്നെയാണ് കേട്ടോ. വില്യം മുണ്ടറ്റിന്റെ മെത്തേഡ് തന്നെയാണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. അപ്പൊ ഇൻട്രോസെപ്ഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് ആരാണ്? വില്യം മുണ്ടറ്റ് തന്നെയാണ് കേട്ടോ. ഫാദർ ഓഫ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ് വില്യം മുണ്ടറ്റ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് മെത്തേഡ് കൂടിയാണ് കേട്ടോ. ഏറ്റവും പഴയൊരു മെത്തേഡ് ആണ് ഇൻട്രോസെപ്ഷൻ മെത്തേഡ്. ഓക്കെ, ഒബ്സർവേഷന് ഈ 4 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ പഠിക്കണം. അത് ഇതിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്. ഓക്കെ, ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് പഠിക്കുന്നത് ഇവിടെ? ഒരു കുട്ടീനെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത് അല്ലെ? ക്ലിനിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ കേസ് ഇൻ ഇറ്റ്സ് ഡീറ്റെയിൽസ്. ഒരു കുട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് അറിഞ്ഞുകൊണ്ടുള്ള പഠനമാണെന്ത്? കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ഹിസ്റ്ററി മെത്തേഡ്, കേസ് ഹിസ്റ്ററി മെത്തേഡ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചാൽ മതി. പിന്നെ എക്സ്പീരിയൻസ് മെത്തേഡും സയന്റിഫിക് മെത്തേഡും. നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റിലൂടെയുള്ള പഠന ബിഹേവിയർ കണ്ടെത്തുക എന്നുള്ള പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരുകൾ എഴുതിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്, ഡിഫറൻഷ്യൽ ഓർ സർവേ മെത്തേഡ്. ഒരു കാര്യം വിട്ടുപോയി. എക്സ്പീരിയൻസ് മെത്തേഡിൽ നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് സയന്റിഫിക് മെത്തേഡ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് മെത്തേഡ് ഇസ് ട്രീറ്റഡ് ടു ബി മോർ സയൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഫോർ സ്റ്റഡി ബിഹേവിയർ. അപ്പൊ ഏറ്റവും നല്ലൊരു ഒബ്ജക്റ്റീവ് മെത്തേഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ആളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചുള്ള പഠനമാണ് എക്സ്പീരിയൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു പോയിന്റ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു ആദ്യത്തേത് കേട്ടോ, അത് പഠിക്കാം. പിന്നെ സർവേ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സർവേ മെത്തേഡ് അനലൈസ് ചെയ്യുന്നത് അല്ലെ? എക്സ്പെരിമെന്റൽ മെത്തേഡിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ ചോദിക്കുമോ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇല്ല, ചോദിക്കാറില്ല. അത് എന്താണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഏറ്റവും ഒബ്ജക്റ്റീവ് മെത്തേഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാറുള്ളൂ. സയന്റിഫിക് മെത്തേഡ് ഓർ എക്സ്പെരിമെന്റൽ മെത്തേഡ് മാത്രം ഇതുവരെ ചോദിക്കുള്ളൂ കേട്ടോ. വേരിയബിൾസിനെ കുറിച്ച് ചോദിക്കാറില്ല കേട്ടോ. നിങ്ങൾ പഠിക്കണ്ട, ചോദിക്കില്ല. ചോദിക്കില്ല കേട്ടോ. പിന്നെ ഇനി പറയാൻ പറ്റില്ല, ഇടും, ചോദിക്കില്ല. ധൈര്യമായിട്ട് ഇരുന്നു കേട്ടോ. നിങ്ങൾ ഇതിന്റെയൊക്കെ പേര് മാത്രം പഠിച്ചാൽ മതി. ഡിഫറൻഷ്യൽ മെത്തേഡും സർവേ മെത്തേഡും മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ തന്നെ ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി. ഏതൊക്കെ ടെക്നിക്സ് ടൂൾസ് ആണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയാണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. ഓക്കെ, ഇല്ലേ നിങ്ങള്
എന്താ പറയാ, ഈ ചാപ്റ്റർ ആദ്യം ഒന്ന് പഠിച്ചു വെച്ചോ പഠിക്കും. അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു വെച്ചാൽ മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടോ എല്ലാവർക്കും? മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ പരീക്ഷയുടെ തലേ ദിവസം ഈ ചാപ്റ്റർ പഠിച്ചാൽ മതി. പക്ഷെ അല്ലെങ്കിൽ ചിലപ്പോ ഓർമ്മ കിട്ടില്ല കേട്ടോ. ഇത് മാത്രം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ അറ്റം പറ്റി വെക്കണമെന്നില്ല. കുറച്ച് നേരത്തെ പഠിച്ചാൽ ഒന്ന് റിവൈസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നേരത്തെ പഠിച്ചിട്ട് പതിയെ പതിയെ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ യൂണിറ്റ് 8 നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്. നീഡ് ആരാ എടുത്തത്? മിസ്. അപ്പൊ അതില് നമുക്ക് ഇതിൽ അബ്രഹാം മാസ്ലോയുടെ തിയറി ആണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. എന്നാൽ പോലും നമ്മള് ഒരു സൈക്കോളജിക്കൽ നീഡ്സിൽ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഫുഡ് ആൻഡ് വാട്ടർ, ക്ലോത്തിങ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്, ആക്ടിവിറ്റി, എക്സസൈസ്, ഹൈജീൻ. ഇതൊക്കെയാണ് ഫിസിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് കേട്ടോ, സൈക്കോളജിക്കൽ അല്ല, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഇതെല്ലാം. പിന്നെ അതേപോലെ തന്നെ റോൾ ഓഫ് ഇമോഷൻസ്, അഫെക്ഷൻ, ഇതെല്ലാം പറഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഈ ഹൈറാർക്കിയുടെ ഓർഡർ അതേപോലെ തെറ്റാതെ പഠിക്കണം കേട്ടോ. ആദ്യത്തെ നീഡ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫിസിയോളജിക്കൽ നീഡാണ്. ഏറ്റവും ടോപ്പസ്റ്റ് നീഡ് ഏതാണ്? ഏറ്റവും ടോപ്പസ്റ്റിലുള്ള നീഡ് ഏതാ? ഇതിന്റെ റിവൈസ് നന്നാണോ പറഞ്ഞ? വേണോ? പിന്നെ പറയണ്ടല്ലോ. എന്നാലും നിങ്ങള് കറക്റ്റ് ആയിട്ട് ഈ ഓർഡർ, ഈ നീഡ് കോൺസെപ്റ്റ് അതേപോലെ പഠിക്കാൻ. നീഡ് കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? എബ്രഹാം മാസ്ലോന്റെ ആണ് കേട്ടോ. ഹൈറാർക്കിക്കൽ തിയറി എന്ന് പറയാറുണ്ട് ഇതിനല്ലെങ്കിൽ നീഡ് തിയറി എന്നങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഹെൻറി മുറയുടെ പറഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ടാവല്ലോ, ഹെൻറി മുറയുടെ. ശരി, ചേഞ്ച് ഡിഫൻസ് മെക്കാനിസം എടുത്തതാരാണ്? ഓരോ മെക്കാനിസം എന്താണെന്ന് പഠിക്കാം. എത്ര മെക്കാനിസം പഠിക്കാത്തത്? 12 മെക്കാനിസം ഉണ്ട് അല്ലെ? 3 മാറിപ്പോയത് കേട്ടോ. ഇതായിരിക്കും ഇച്ചിരി ബുദ്ധിമുട്ട് വരാനുള്ളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, റിപ്രഷൻ, റിഗ്രഷൻ, നെഗറ്റിവിസം, സിമ്പത്തിസം, വിത്ഡ്രോവൽ ആൻഡ് ഫാക്ടോ ഡേ ഡ്രൈവിംഗ്. ചിലപ്പോ ഇതെല്ലാ ക്വസ്റ്റ്യനും ഇതിലെ വരുന്നത് എക്സാമ്പിൾസ് ആയിട്ടായിരിക്കും. മിക്കതും എക്സാമ്പിൾസിലൂടെ ആയിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെ? ഇപ്പൊ ഞാനൊരു ബ്രീഫ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പൊ ടിറ്റിയുടെ റൂമിലേക്ക് പെട്ടെന്ന് കയറാണ്. അവിടെ ഒരു ടേബിളില് ഗ്ലാസ്സിൽ അമ്മ പാല് വെച്ചിട്ടുണ്ടായിരുന്നു, മൂടി വെച്ചിട്ടുണ്ട് പാല്. ടേബിള്, ടിറ്റിയുടെ മുറിയിൽ ടേബിളില് പാല് വെച്ചിട്ടുണ്ട്. ടിറ്റി ബുക്കൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ടിറ്റിയുടെ കയ്യിലെത്തി എന്ത് ചെയ്തു? പാലിന്റെ ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ചില്ല് ഗ്ലാസ് ആണ്, താഴെ വീണ് പൊട്ടി. ടിറ്റി അപ്പൊ തന്നെ ചെയ്ത കാര്യം എന്താണ്? ഈ പാലിന്റെ ഗ്ലാസ് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നാണ് ആദ്യം ചോദിച്ചത് അല്ലെ? അമ്മ കേട്ടിട്ട് അമ്മ അടുത്തേക്ക് വരുന്നു. ഞാനാണ് അവിടെ വെച്ചതെന്ന് എനിക്ക് കുടിക്കാം. പക്ഷെ ടിറ്റി അമ്മയെ കൊണ്ട് പറയിപ്പിക്കാതെ അമ്മയെ മാത്രം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തിനാണ് ഇത് വെച്ചത്? അമ്മ ഇവിടെ പാല് വെച്ചത് കൊണ്ടാണ് എന്റെ കയ്യിലെത്തേക്ക് താഴെ വീണത്. അമ്മ വെച്ചത് കൊണ്ട്. അമ്മയോട് ഏത് തരം ഡിഫൻസ് മെക്കാനിസം ആണ് ടിറ്റി കാണിച്ചത്? പ്രൊജക്ഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രൊജക്ഷൻ ആണ്. ഒരാള് നമ്മള് പ്രൊജക്ട് ചെയ്യണം അല്ലെ? അയാളുടെ ഇമോഷൻസ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. നമ്മൾക്ക് എന്നാ നമ്മുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ സംഭവിച്ചത്. പക്ഷെ നമ്മളത് സമ്മതിക്കുവോ? ഒരിക്കലുമില്ല. നമ്മളെ സമ്മതിക്കില്ല. നമ്മളത് മാക്സിമം അങ്ങനെ ചെയ്യാനേ നോക്കുള്ളൂ. അതെന്തരം ഡിഫൻസ് മെക്കാനിസം. മനസ്സ് ചില സമയത്ത് പ്രതിരോധിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്ത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ ആയിരിക്കും മിക്കതും. ഈ ചാപ്റ്റർ ഞാനാണ് എന്റെ പിള്ളേർ എടുക്കാറ്. നിങ്ങൾക്ക് എടുക്കാനേ കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്റർ. നല്ല രസമുണ്ട്. എക്സാമ്പിളിലൂടെയാണ് ഇത് പഠിക്കേണ്ടത്. ഓരോ ലൈഫ് സിറ്റുവേഷൻസുമായി റിയലൈസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. ടീച്ചർ നന്നായിട്ട് എടുത്തിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ് അല്ലെ? ഓക്കെ, ഓരോ മെക്കാനിസം എന്താണെന്ന് പഠിക്കാം. അതിൽ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ.
പിന്നെ വരുന്നത് മാം ആണോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നേ? ഫസ്റ്റ് ഞാൻ സൈക്കോളജി കംപ്ലീറ്റ് ഞാനത് എടുക്കാറ്. ചില സമയത്ത് എന്തെങ്കിലും പീരീഡിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുമ്പോഴാണ് ചില ടീച്ചേഴ്സ് ചാപ്റ്റേഴ്സ് കയറി എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഫുള്ള് ഞാൻ 10 ചാപ്റ്റേഴ്സ് മുഴുവനും അങ്ങനെ തന്നെ പോകാറുണ്ട്. അപ്പൊ നമ്മുടെ പേപ്പർ 4-ലാണെങ്കിലും അങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാറുണ്ട്. അവര് വേറെ ഭാഗത്ത് ഹാൻഡിൽ ചെയ്തോളും. ആരും സൈക്കോളജിയിൽ വരാറില്ല. ചിലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴാണ് ചില ടീച്ചേഴ്സ് കയറി എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തത് ഞാനാണോ? അത് ഞാനല്ല. ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ നിങ്ങള് നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസില് എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൊടുക്കുന്നത് അല്ലെ? ഒരാൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഇൻട്രാ ഇൻഡിവിജ്വൽസും ഇന്റർ ഇൻഡിവിജ്വൽസും അതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏതൊക്കെ ഏരിയ വരുന്നുണ്ട്? ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, കളറ്, സ്കിന്ന്, ഇതാണ് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സിൽ വരുന്നത്. മെന്റൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരുന്നുണ്ട്? ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഇമാജിനേഷൻ, കോൺസെൻട്രേഷൻ, IQ അല്ലെ? IQ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ അറിയാലോ, ഇന്റലിജന്റ് കോഷ്യന്റ് ആണ് അല്ലെ? യെസ്. IQ ടെസ്റ്റ് ഫസ്റ്റ് കോയിൻ ചെയ്തത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? IQ ടെസ്റ്റ് പഠിച്ചിട്ടുള്ള ആൽഫ്രഡ് ബിനെറ്റ് ആണ് IQ ടെസ്റ്റ് ഫസ്റ്റ് കോയിൻ ചെയ്തത്. സോറി, ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഈ IQ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വില്യം സ്റ്റേൺ ആണ്. അപ്പൊ ഓർത്തിരിക്കുക, IQ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൊണ്ടുവന്നത് ആരാണ്? വില്യം സ്റ്റേൺ ആണ്. ആദ്യത്തെ IQ ടെസ്റ്റ് നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ് ആണ് കേട്ടോ. പേരുകളൊന്ന് ഓർത്ത് വെക്കുക. ആദ്യത്തെ IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത് നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ്, BINET, ആൽഫ്രഡ് ബിനെറ്റ്. കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? വില്യം സ്റ്റേൺ ആണ് കേട്ടോ. വില്യം സ്റ്റേൺ ആണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ടെസ്റ്റ് നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ. IQന്റെ ക്ലാസിഫിക്കേഷന്റെ ആ ഒരു ഇക്വേഷൻ ഒക്കെ പറഞ്ഞു തന്നോ? ഇക്വേഷൻ ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണ്ട, കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്. IQ കണ്ടുപിടിക്കുന്നത് IQ MA/CA × 100, അതായത് നമ്മുടെ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100, അതായത് നമ്മുടെ മാനസിക വയസ്സ് × കാലിക വയസ്സ് × 100, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് 10 വയസ്സുള്ള കുട്ടി, ഒരു ഉദാഹരണം പറയണം കേട്ടോ. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? 10 വയസ്സുള്ള കുട്ടി, അല്ലെ വേണ്ട, 8 വയസ്സുള്ള കുട്ടി എന്താണ്? 15 വയസ്സിന്റെ IQ കാണിക്കും, 15 വയസ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ. ഓക്കെ. അപ്പൊ 10 വയസ്സ് എന്ന് പറയുന്ന കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് ആണ്. 10 വയസ്സ് വെച്ചാൽ അവരുടെ ശരിക്കുള്ള ഏജ്. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സാണ്. അവന്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത്? മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 വയസ്സിന്റെ ഏജ് ആണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ നമ്മള്? ഹൈ IQ ഉള്ള കുട്ടികളെ 10 വയസ്സായിരിക്കും, പക്ഷെ 15 വയസ്സിന്റെ മതിപ്പുണ്ടായിരിക്കും. 15 വയസ്സിന്റെ ആ ഒരു ഇന്റലിജൻസ് ഉള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ IQ കാണുന്നത് കേട്ടോ. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടിയ IQ എന്ന് പറയുന്നത് 140 മേലെ ഉള്ളവരാണ് ഏറ്റവും ഹൈ ഇന്റലിജൻസ് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളെല്ലാവരും ഒക്കെ കുറെ പേരൊക്കെ ബോർഡർ ലൈനിലുള്ളവരായിരിക്കും. കുറച്ചു പേരൊക്കെ ബോർഡർ ലൈൻസ് ഉണ്ടാവും. പിന്നെ 25-ന് താഴെ വരുന്നവരാണ് ഇന്റലിജൻസ് ഏറ്റവും കുറഞ്ഞവർ. IQ 25-ല് താഴെ വരുന്നവരാണ് ഏറ്റവും കുറവുള്ളത്. ഞാൻ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. അതിന്റെ ഇക്വേഷൻസും കണക്കൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തു പോകാം. നല്ല രസമാണ് IQ കണ്ടുപിടിക്കാനായിട്ട് കുട്ടികളുടെ ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ. യെസ്. ഇനി മെന്റൽ ഡിഫറൻസ് പറഞ്ഞു. അപ്പൊ അതിൽ IQന്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കണം. ഇന്റലിജന്റ് കോഷ്യന്റ് ആണ് കേട്ടോ. ഇനി ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റിയിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? മസ്കുലർ മൂവ്മെന്റ്, റെസിസ്റ്റന്റ് ടയർഡ്നെസ്, റിയാക്ഷൻ ടൈം, ഇതൊക്കെയാണ് മോട്ടോർ എബിലിറ്റിയിൽ വരുന്ന ഡിഫറൻസസ്. ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ ഫീലിങ്സ് ഒക്കെയാണ് അല്ലെ? എന്തൊക്കെ വരുന്നുണ്ട് അതില്? പല ആപ്റ്റിറ്റ്യൂഡുകൾ വരുന്നുണ്ട് അല്ലെ? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, മ്യൂസിക്കൽ ആർട്ടിസ്റ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എല്ലാം തന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്.
ഇനി ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡിൽ വരുമ്പോ എന്താണ് നമ്മുടെ ഓപ്ഷൻസ്, ഐഡിയാസ്, ബിലീഫ്സ് അല്ലെ, പിന്നെ മറ്റു ആൾക്കാരോടുള്ള സമീപനം, ഗ്രൂപ്പിലുള്ള സമീപനം, ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആറ്റിറ്റ്യൂഡ്സ് വ്യത്യാസമുണ്ട്. നമ്മുടെ ഓരോ മനുഷ്യനും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ വ്യക്തിത്വത്തിൽ എന്തുണ്ട്, മനോഭാവത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമോഷണൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. ഏതൊക്കെ കാര്യത്തിലാണ് നമുക്ക് ഇമോഷണൽ ഡിഫറൻസസ് ഉള്ളത്? നമ്മളെല്ലാവരും ഇമോഷൻസ് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മുടെ ലവ് ആണെങ്കിലും അഫെക്ഷൻ ആണെങ്കിലും അമ്യൂസ്മെന്റ് ആണെങ്കിലും എന്താണ്, നമ്മളെല്ലാം പല രീതിയിലാണ്. ചിലർക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട്, ഉള്ളിലായിരിക്കും സ്നേഹം. ചിലർ എന്താണ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും അല്ലെ. അപ്പൊ ഇമോഷൻസ് പല രീതിയിലാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമോഷൻസ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും. ചിലവർ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ചിലവർ എന്തായിരിക്കും ഇമോഷണലി അൺസ്റ്റേബിൾ ആയിരിക്കും. ഇമോഷൻസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇമോഷണലി ആയി പോകുന്നവർ അല്ലെങ്കിൽ വിഷമം വരുന്നവർ. അങ്ങനെ ഇമോഷണൽ ആയിട്ട് ഓരോരുത്തർക്ക് എന്തുണ്ട്, വേരിയേഷൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പല ഏരിയാസ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്, മെന്റൽ ഡിഫറൻസ്, മോട്ടോർ എബിലിറ്റി ഡിഫറൻസ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്, ദെൻ ഇമോഷണൽ ഡിഫറൻസ്. ഇങ്ങനെ ഈ ഏരിയാസ്, ഇത്രയും ഏരിയാസ് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കാൻ കേട്ടോ. ഇതാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? യെസ് മാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത്. പേപ്പർ 2ഉം 3 ആണ് ഇപ്പൊ നമ്മൾ നോക്കിയത് കേട്ടോ. ഇനി പേപ്പർ 4 എന്ന് പറയുന്നത് ഞാനത് എടുക്കുന്നില്ല. പേപ്പർ 4 നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് മുതൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ വരെ ഉള്ളതാണ് 5ാമത്തെ പേപ്പർ കേട്ടോ. സോറി, 4ാമത്തെ പേപ്പർ. 4ാമത്തെ പേപ്പറാണ്. പേപ്പറിന്റെ പേര് പറയാനുള്ള. അപ്പൊ ആദ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് മുതൽ ഡെവലപ്മെന്റ് പ്രൊഫൈൽ വരെയുള്ള 5 ചാപ്റ്റേഴ്സ് ഇല്ലേ. സ്കൂൾ മാനേജ്മെന്റ് ടു ഡെവലപ്മെന്റ് പ്രൊഫൈൽ വരെയുള്ള 5 ചാപ്റ്റേഴ്സ്. അങ്ങനെ 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. പിന്നെ അതില് തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് പഠിക്കുക. അത് എളുപ്പമല്ല, ഭാഗങ്ങളെല്ലാം എളുപ്പമാണ്, ചാപ്റ്റേഴ്സ് എല്ലാം എളുപ്പമാണ്. ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ആ ടെക്സ്റ്റിൽ തന്നെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാം കേട്ടോ. മാം, ആ പേപ്പർ 1 to 10 ചാപ്റ്റർ വരെ അല്ലേ? ഫുൾ ഉണ്ടല്ലോ. ഫുൾ ഉണ്ട് 5 എന്നല്ല കേട്ടോ, ഫുൾ ഉണ്ട്. ഇതെല്ലാം ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ടീച്ചർ പഠിപ്പിച്ചു തന്നായിരുന്നു അല്ലെ, ഏതൊക്കെയാണ് കുട്ടികൾ അതിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് മുതൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് വരെയുള്ള ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചോളേ. പിന്നെ വരുന്നത് ടൈം ടേബിൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ നമ്മൾ പഠിച്ചു. 3 ടൈപ്സ് ടൈം ടേബിൾ ആണ് അല്ലെ. ക്ലാസ് ടൈം ടേബിൾ, ടീച്ചർ ടൈം ടേബിൾ, മാസ്റ്റർ ടൈം ടേബിൾ. ഈ ഭാഗവും നന്നായിട്ട് നോക്കുക കേട്ടോ. ഇത്ര അതിൽ നോക്കാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമില് സ്ട്രക്ചറില് 4 ടൈപ്സ് ഓഫ് സ്ട്രക്ചർ, റൂഫിംഗ് സ്ട്രക്ചർ പറയുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ബോർഡിന്റെ ടൈപ്സ് നോക്കാം. ഇതൊക്കെ എല്ലാം ഏറ്റവും എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കേട്ടോ. ഒരു പ്രാവശ്യം ഓൾറെഡി റിവൈസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ ഓർഡേഴ്സ്, ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക്കൽ ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്, ഇത്തരമായ കാര്യങ്ങള് നോക്കാം. പിന്നെ ജാപ്പനീസ് ടൈപ്പ് ഓഫ് ക്ലാസ് റൂം എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ 7th ചാപ്റ്ററിലെ ഏതൊക്കെയാണ് നമ്മുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസുകൾ. കമ്മ്യൂണിറ്റി പ്രെയർ, ഹെൽത്ത് ആൻഡ് ക്ലീനസ് പ്രോഗ്രാം, SUPW എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്. പിന്നെ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ്, കൾച്ചറൽ റിക്രിയേഷൻ ആക്ടിവിറ്റീസ്, എന്തൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസ് നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ള ഈ ഒരു പോയിന്റ്സുകളൊക്കെ നോക്കിക്കോളണേ. പിന്നെ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം നടത്താനായിട്ട് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത്, അതിന്റെ പോയിന്റ്സ്. അതായത് നമ്മൾ അസംബ്ലീസ് ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസിലേക്ക് പോകുന്ന കാര്യങ്ങള്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അല്ലെ. എൻവയോൺമെന്റൽ ഹൈജീനിക്കുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നത്, പിന്നെന്താണ് പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നതിനുള്ള ക്യാമ്പയിൻസുകൾ, എൻവയോൺമെന്റൽ പൊല്യൂഷനും എയ്ഡ്സും, പിന്നെ സ്ത്രീധനത്തിന്റെ തിന്മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ പ്രധാനപ്പെട്ട ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾപ്പെടുന്ന ക്യാമ്പയിൻസുകളൊക്കെ. ഇതൊക്കെയാണ് സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ വരുന്നത്. അതൊന്ന് നോക്കിക്കോളാം കേട്ടോ. ഇനി യൂണിറ്റ് 18 മാത്രമേ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ.
ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മളുടെ അത്യാവശ്യം കോമൺ സെൻസ് വെച്ച് മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളല്ലാതെ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തേ മതിയാവും കേട്ടോ. മെയിൻ എക്സാം ആയതുകൊണ്ട് തന്നെ, കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരുന്നത് ഗുഡ് മാനേഴ്സിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മാത്രം നോക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ട്, അതായത് മാനേഴ്സ് നമുക്ക് എന്തെല്ലാം മര്യാദകൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഏതെങ്കിലും 2 നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. എന്താണ് അങ്ങനെ ഇടാറുണ്ട്, കാരണം നിങ്ങൾ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റഡ് ആയി, നിങ്ങൾ നല്ലൊരു മോണ്ടിസോറി ടീച്ചർ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്ന പോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ചെയ്തോളൂല്ലേ? കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇടൂല, പേടിക്കണ്ട, എന്നെ വിശ്വസിക്കൂ. സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. സൂപ്പർവിഷൻ റിപ്പോർട്ടിംഗ് എന്ന ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് പോലെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഇവിടെ സൂപ്പർവിഷന്റെ പ്രിൻസിപ്പിൾസ് എല്ലാവരും ഒന്ന് നോക്കിയേക്കണം കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻസ് നോക്കാം. പിന്നെ നോക്കേണ്ടത് റിപ്പോർട്ടിംഗിന്റെ പ്രിൻസിപ്പിൾസ്. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. തുടങ്ങിയുള്ള 4 പോയിന്റ്സ് അല്ലേ, അതൊന്ന് നോക്കാം. അതിന്റെ മോക്ക് ടെസ്റ്റ് പഠിക്കാം. ഇത്രേ ഉള്ളൂ. യൂണിറ്റ് 10 മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. യൂണിറ്റ് 10 തന്നിരിക്കുന്ന അടുത്താണ്, അപ്പൊ അതേപോലെ തന്നെ പഠിക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റിന്യൂവബിൾ റിസോഴ്സസ് നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. റിന്യൂവബിൾ റിസോഴ്സുകളും നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. പിന്നെ നമ്മൾ അതിൽ കുറച്ച് ആക്ടുകളുടെ പേരുകൾ പഠിച്ചിരുന്നു അല്ലെ. പിന്നെ ഒരു സെക്കൻഡ്, പൊല്യൂഷൻസില് ഓരോ പൊല്യൂഷന്റെ കോസ്റ്റും അതേപോലെ തന്നെ അതിന്റെ കോൺസിക്വൻസും പഠിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഇപ്പൊ ടേം എക്സാമിന് പഠിച്ചത് അതേപോലെ തന്നെ പഠിക്കാം. അതുപോലെ ലാൻഡ് പൊല്യൂഷൻസിന് സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, അങ്ങനെ ഇത്ര ടൈപ്സ് ഓഫ് പൊല്യൂഷൻസിന്റെ കോസസും കോൺസിക്വൻസും നോക്കാം. പിന്നെ നമുക്ക് സെൻട്രൽ പൊല്യൂഷൻ ബോക്സിന്റെ കുറച്ച് ആക്ടുകൾ പഠിക്കാനുണ്ട്. ആക്ടുകളുടെ പേരും ഇയേഴ്സും നിർബന്ധമായിട്ട് നോക്കി വെക്കണം കേട്ടോ. ഇതൊക്കെ 4 ആക്ട് പഠിക്കാനുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. വാട്ടർ ആക്ട് 1974, എയർ പ്രിവെൻഷൻ ആക്ട് 1981, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. എളുപ്പമല്ലാതെ ആക്ടുകളുടെ പേര് പഠിക്കാം. പിന്നെ എന്താണ്, ഈ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റൽ ത്രെറ്റ്സിന്റെ ഈ പേരുകൾ മാത്രം 10 പേരുകളുണ്ട്. ഈ 10 മാത്രം നിങ്ങൾ പഠിക്കും കേട്ടോ. മേജർ ആയിട്ടുള്ള ആഗോള ഭീഷണികൾ ഏതൊക്കെയാണ്, ഭൂമി നേരിടുന്ന ആഗോള ഭീഷണികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും ചോദ്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ചോദിക്കാനില്ല കേട്ടോ. ഏതൊക്കെയാണ് ഡിപ്ലേഷൻ ഓഫ് ഓസോൺ ലെയർ മുതൽ കോൺകറിംഗ് ഓഫ് വാട്ടർ സ്പേസസ് വരെ ഇതിന്റെ പേരുകൾ മാത്രം നന്നായിട്ട് നോക്കാം. ഈ റിസോഴ്സ് ഡിഫ്ലക്ഷൻ വരുമ്പോൾ മാത്രം എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള റിസോഴ്സ് ഡിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്, ഭൂഗർഭ ജലത്തിന്, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിക്ക്, ജനറ്റിക് വേരിയബിലിറ്റി, ഓഷൻ ബ്ലഡ് റിസോഴ്സസ്, നോൺ റിന്യൂവബിൾസ്, ഇത്രയും കാര്യങ്ങൾക്കാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. 7ാമത്തെ പോയിന്റിന് റിലേറ്റ് ചെയ്തിട്ട് ഈ 6 പോയിന്റ്സ് വരുന്നത് അതൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ പരീക്ഷ എഴുതിയാൽ പോരെ? കഴിഞ്ഞില്ല, ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് നമ്മുടെ ടെൻഡൻസീസ് ഓഫ് മാൻ. അതിന്റെ മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയല്ലോ. അതിന്റെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം. 14 ടെൻഡൻസികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഒരു നോട്ടും വന്നിട്ടുണ്ട് അല്ലെ. ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ഒരു നോട്ട് കിട്ടിയായിരുന്നില്ലേ, അത് പഠിക്കാം കേട്ടോ. ഓൾറെഡി എന്റെ ഉള്ള നോട്ട് മിസ്സായിപ്പോയി. പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേറൊരു നോട്ട് പ്രിപ്പയർ ചെയ്തതാണ്. എന്റെ കയ്യിൽ എഴുതിയിരിക്കുന്ന ബുക്ക് കാണാനില്ല. അപ്പൊ അതിന് വേണ്ടി വേറൊരു മെത്തേഡ്സിലാണ് നമ്മള് നോട്ട്സിൽ ക്യാപ്സൂൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് കേട്ടോ. അത് തന്നെ സെയിം തന്നെ, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ അത് ഓരോ ടെൻഡൻസി എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അതായത് എക്സ്പ്ലോറേഷൻ എന്താണ്, റിപ്പീറ്റേഷൻ എന്താണ്, കോൺസെൻട്രേഷൻ എന്താണ് വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിനെ പോലെ പഠിക്കാം കേട്ടോ. പേപ്പർ 4 തന്നെയാണ് ടെൻഡൻസീസ്? അല്ല, പേപ്പർ 6 ആണ്. സോറി, പേപ്പർ 5 ആണ്. പേപ്പർ 5 ആണ്. പേപ്പർ 5ലാണ് ടെൻഡൻസി മൂവ്മെന്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, പേപ്പർ 6ലാണ് നമ്മുടെ ഇത് വരുന്നത്. പേപ്പർ 6ലാണ് മറ്റേ
ഇപ്പൊ പറഞ്ഞത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻസ് ഒക്കെ വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അങ്ങനെ പേപ്പർ തിരിച്ചിട്ട് ആരും തന്നിട്ടില്ലേ? നിങ്ങൾക്ക് പേപ്പർ തിരിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? ഇങ്ങനെ ടൈം ടേബിളിലുണ്ട് മാം. ടൈം ടേബിൾ ഉണ്ട്. ആ ഹെഡ് പോയിന്റ്സ് വെച്ച് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ ടെൻഡൻസിയിലെ 14 ടെൻഡൻസിയുടെ പേരുകൾ ഓർക്കുക. ആരാണ് ടെൻഡൻസി കോൺ ചെയ്തിരിക്കുന്നത്? ആരാണ് കണ്ടെത്തിയിരിക്കുന്നത്? മറിയ മോണ്ടിസോറി. എത്ര ടെൻഡൻസി ഉണ്ട്? 14 ടെൻഡൻസി ഉണ്ട്. നമുക്കറിയാലോ ഓരോ ടെൻഡൻസിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് കണക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കാം. പിന്നെ ഞാൻ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നോക്കിയാൽ മതി, പറയാനില്ല. വേറെ എന്താണ്? അപ്പൊ അത്രയും കാര്യങ്ങളാണ് റിവൈസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ പഠിച്ച് നന്നായിട്ട് ചെയ്യുന്നത്. ഒരാളും ബൈഹാർട്ട് പഠിക്കണം. മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓരോ പേപ്പേഴ്സും വളരെ സമാധാനത്തോടെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഉള്ള ടെൻഷൻ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ കയറുന്ന സമയത്ത് എല്ലാം മിസ്സായി പോകും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷനോ ഈ ഒരു അങ്ങനെ പഠിച്ചു തീർക്കുന്നൊന്നും വേണ്ട. എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ടെക്സ്റ്റും വെച്ച് നന്നായിട്ട് പഠിക്കുക. പറ്റുന്ന പോലെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ എബിലിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള സ്കോർ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ളത് വേണ്ട. നമ്മൾക്ക് നമ്മളുടേതായ ഒരു സ്റ്റാൻഡേർഡ്, അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ഇനി മാർക്ക് ഞാൻ കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ അതൊരു പ്രശ്നമാക്കി എടുക്കേ വേണം കേട്ടോ. മാർക്ക് കുറഞ്ഞെന്നുള്ളത് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ ഭാഗത്ത് നോക്കിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം വിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കും. അപ്പൊ ഓരോ ഭാഗങ്ങളും നന്നായിട്ട് പഠിക്കുക. പറ്റുന്ന പോലെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതാം. ഈ കോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. ഏറ്റവും ലാസ്റ്റ് ഇംഗ്ലീഷ് എക്സാമോട് കൂടിയാണ് നമ്മുടെ പരീക്ഷ തീരുന്നത്. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന യാത്രയിൽ നിങ്ങളുടെ ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം ഉണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താതെ, ഇപ്പൊ എനിക്ക് റെഗുലർ ക്ലാസ് ഒക്കെ കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. റെക്കോർഡ് ക്ലാസ് കാണുന്നവർ അവരുടെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കാണും. എന്നാൽ പോലും നിങ്ങളുടെ എഫേർട്ടുകൾ നിങ്ങൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൈവ ചെയ്യുന്ന സമയത്ത് പലരിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ കോഴ്സ് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം അതിൽ ആത്മാർത്ഥത കാണിച്ചവരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഈ ഒരു സമയം കൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബിഹേവിയറിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള പ്രൊഫഷണൽ ലൈഫിലേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിന് നമ്മൾ സ്മാർട്ട് സ്ട്രീറ്റ് ടീച്ചേഴ്സും എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾ സപ്പോർട്ടേഴ്സ് മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ കഴിവുകളാണ്. ഞങ്ങൾക്കെല്ലാം നിങ്ങളുടെ കഴിവുകൾ മൂലമാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. നമ്മുടെ മുൻപിൽ പരീക്ഷ എന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. പരീക്ഷ കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും. ആ ഒരു വേദിയിൽ നിങ്ങൾ ആ കോട്ടൊക്കെ അണിഞ്ഞ് ക്യാപ്പൊക്കെ വെച്ച് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാന്നൊരു സ്വപ്നം എപ്പോഴും കളയരുത് കേട്ടോ. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റോട് നമ്മുടെ കരിയർ അവസാനിച്ചെന്നല്ല. ഇനി നമ്മൾ പിന്നെയും ഗ്രോ ചെയ്യണം. നിങ്ങൾ ഇനിയും വളരാനുണ്ട്, ഇനിയും വർക്ക് ചെയ്യാനുണ്ട്, ഇനിയും പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും നാൾ കൂടെ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സപ്പോർട്ടും ഉണ്ടായിരിക്കും. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരുപാട് വിഷമമുണ്ട്. ഇനി 18 ബുധനാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവില്ല. 11:30 ഫ്രീ ആണ്. വേറെ ക്ലാസ്സസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു വിഷമമുണ്ട്. നിങ്ങൾ എല്ലാവരെയും നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. നല്ല കുട്ടികളാണ്, നല്ല ക്ലാസ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ 18 ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല. ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാത്തൊരു ക്ലാസ് ആയിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കും. നിങ്ങളെ പഠിപ്പിക്കാൻ കിട്ടിയതിൽ ഭാഗ്യം, അത്രയ്ക്ക് സന്തോഷം. ഇങ്ങനെയുള്ള കുട്ടികളോട് പഠിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി മോണ്ടിസോറി ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു കേട്ടോ. പരീക്ഷ എന്ന് മാത്രമുള്ള ഒരു കടമ്പേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് താങ്ക്സ്. എല്ലാവിധ സഹകരണങ്ങൾക്കും അങ്ങോട്ടും ഒരുപാട് താങ്ക്സ്. ഒരുപാട് മിസ് ചെയ്യുന്നു നിങ്ങളെ കേട്ടോ. എന്തോ ഞങ്ങള് ഒരുപാട് മാമിനെ മിസ് ചെയ്യുന്നുണ്ട് പറയും. ഓക്കെ, ഞങ്ങൾക്കും ഇനി 11:30 to 12:30 അത് കടന്നു പോണം. കുറച്ച് ദിവസമൊക്കെ ഒരു വിഷമം ഉണ്ടാവും ക്ലാസ് ഇല്ലല്ലോ എന്നുള്ള ഓർക്കുന്നത്. പിന്നെ അത്
അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടി ഇരിക്കരുത്. മോണ്ടിസോറി സ്കൂളല്ല, ഏത് സ്കൂളിൽ നിന്നും വിളിച്ചു കഴിഞ്ഞാലും പോയിക്കോളും. നിങ്ങൾക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ക്ലാസ് എടുക്കാൻ നന്നായിട്ട് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. എപ്പോഴും പറയാറുള്ളതാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത് ഏത് സ്കൂളിൽ നിങ്ങൾ എടുക്കും കേട്ടോ. എപ്പോഴും ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഏതെങ്കിലും ഒരു ടോപ്പിക് പ്രിപ്പയർ ആയിട്ട് എപ്പോഴും വേണമെങ്കിൽ വെക്കും. ക്ലാസ് എടുത്ത് നന്നായിട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ബാക്കി സർട്ടിഫിക്കറ്റിലൊന്നല്ല, നമ്മൾ എങ്ങനെ കണ്ടന്റ് കുട്ടികളിൽ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ ആ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് ആണ്. നമ്മൾ എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. എല്ലാ പൊട്ടൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കണം. ഫാമിലിനെ അതുപോലെ സപ്പോർട്ട് ചെയ്യാം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ നല്ല ഫാമിലി ലൈഫ് കൊണ്ടുപോകണം. കുട്ടികൾക്ക് മാക്സിമം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരൊരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ആയിട്ട് വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ആക്കി കുട്ടികളെ വളർത്തരുത്. അവരൊരു ഒരൊറ്റ ഇൻഡിവിജ്വൽ ആണെന്നുള്ള ബോധം കുട്ടികൾ ഉണ്ടാക്കുക. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേരെയും അതേപോലെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറക്കരുത്. യെസ്, ഇവിടെ ലിൻഷി ക്ലാസ്സിൽ ഇല്ലെന്ന് തോന്നുന്നു. ലിൻഷി എല്ലാ ക്ലാസ്സിലും കയറാറുള്ളത് കാണുന്നില്ല. അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. മാം കൊറേ മുന്നേ ക്ലാസ് എന്തോ പറയാണ്ട് പറഞ്ഞില്ലേ മാമിന്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ? എന്തോ മാം കൊറേ മുന്നേ ക്ലാസ്സിൽ എന്തോ മാമിന്റെ ഞാൻ ലൈഫിനെ പറഞ്ഞായിരുന്നു കാര്യം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരോട് പറഞ്ഞിരുന്നു, ഷെയർ ചെയ്തായിരുന്നു. ലൈഫൊക്കെ അങ്ങനെ പോകും, അതൊക്കെ വേറെ. ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് ഇങ്ങനെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് മോട്ടിവേഷൻ പഠിക്കുന്നത്. ലൈഫൊക്കെ അങ്ങനെയാണോ? ലൈഫൊക്കെ ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും അധികം സംഭവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പോകുന്നു. ഇനി വലിയൊരു മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷ നമ്മൾ അങ്ങനെ പോകുന്നു. അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ കരിയർ നഷ്ടപ്പെടുത്തരുത്. അത്രയും എനിക്ക് പറയാനുള്ളത് കേട്ടോ. മാം ഞാൻ എവിടെയെങ്കിലും അബാക്കസിനെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും എത്തിച്ചേരുമ്പോ നമ്മളൊക്കെ ഓർക്കുക. മാം ഞാന് നാളെ മുതൽ അബാക്കസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിന്. നിങ്ങൾക്കൊന്ന് ക്യാമറ ഓൺ ചെയ്തൂടെ? ഇന്നും കൂടി അല്ലേ നമ്മൾ കാണുള്ളൂ. എല്ലാവരും ഒന്ന് ഓൺ ചെയ്തെങ്കിൽ സന്തോഷമാണ്. നമ്മുടെ MTD മൊഡ്യൂൾ ഇന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. ആരൊക്കെയാണ്? ശരണ്യ, ഇതിനൊക്കെ ആദ്യമായിട്ട് കാണുന്നേ. ശരണ്യ, മാളു, ഷെമിനെ കണ്ടിട്ടുണ്ട്. ദിവ്യേനെ ഞാനല്ലേ റിവൈവ് ചെയ്ത് മാമാണ് വൈവ് ചെയ്തത് തന്നെ. റിവൈവ് ചെയ്തത്. വിസ്മിയ എവിടെയാണോ? വിസ്മിയ ക്യാമറ ഓൺ ചെയ്തോ. ഹസീന, ഫാരിസ, റിച്ചിമോൾ, സീന, എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. ജനീഷ, സിന്ധു. ജനീഷന വൈവനാണായിരുന്നു അല്ലല്ലോ? അല്ല. ഇവിടെ നമ്മുടെ കോഴ്സ് അങ്ങനെ കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദിറ്റി എപ്പോഴും ഉണ്ടാവും കൂടെ, ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടാവും. സൈനിങ് സൈനോട്ടൊക്കെ പറയാൻ ആണെങ്കിലും ബാക്കിയുള്ളവർക്കൊക്കെ മടിയായിരുന്നു. ഇവരിപ്പോ നിങ്ങൾ മിസ് ചെയ്തു, ഒന്നും ചെയ്യണ്ടേ. ഹസീനയുടെ ഞാനല്ലേണോ ചെയ്തത് വൈവ? അതെ, ഹസീനയുടെ വോയിസിനെ പറ്റിയാണ് എനിക്ക് പറയാം. ഹസീനയുടെ വോയിസ് എന്ത് സ്വീറ്റ് ആണെന്നറിയോ? നമ്മുടെ ക്ലാസ്സിൽ പാട്ടൊക്കെ പാടാൻ പറ്റിയ ഒരാളായിരുന്നു. പക്ഷെ ഹിന്ദിക്ക് പോലും ക്ലാസ്സിൽ ഇയാളുടെ ശബ്ദമാണ് ഞാൻ നോട്ട് ചെയ്തത്. എന്ത് രസമായിട്ടാണ് ഒരു പതിയെ, വളരെ പതിയെ. എങ്ങനെ ഇത്ര പാവമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ശബ്ദം കൊണ്ട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. വളരെ സ്വീറ്റ് ആണ് ഭയങ്കര. പിന്നെ റെജി മോനി, റെജി നോക്കാക്കൊണ്ട് ആരാ? അറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സങ്കടമാണോ സന്തോഷമാണോ? സന്തോഷത്തോടൊപ്പം സങ്കടം അല്ലെ? പറയാ എന്തോ ഷെയ്മ? സന്തോഷമുണ്ട്, അതിലുപരി എല്ലാവരുടെയും പിരിയണം. നിങ്ങളുടെ നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ലൈഫ് ലോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ. ഇപ്പൊ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? വിചാരിക്കും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെന്താണ് ടീച്ചർ പറയാനില്ല. വിഷ് വെരി ഓൾ ദ ബെസ്റ്റ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും
കോൺവെക്കേഷൻ വരാൻ പറ്റുമെങ്കിൽ എത്തിച്ചേരാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാനുള്ള പാർട്ട് പ്രോഗ്രാംസ് ഒക്കെ കുട്ടികൾ ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോൺവെക്കേഷന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു സൂം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാം കേട്ടോ. ഡാൻസോ പാട്ടോ സ്പീച്ചോ എന്താന്ന് വെച്ചാൽ 18 ആണെങ്കിൽ പോലും നിങ്ങളത് ചെയ്തിരിക്കണം കേട്ടോ. ചെയ്യൂലേ? എന്താണ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് സമാധാനമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു 5 പ്രോഗ്രാംസ് എങ്കിലും MK18 ഉണ്ടാവുന്നുണ്ടോ കോൺവെക്കേഷന്? 5 പ്രോഗ്രാം. ഒരു പ്രെയർ, സ്പീച്ച്, സോങ്, ഗ്രൂപ്പ് സോങ്, ഡാൻസ്. നിങ്ങൾ ഫ്യൂഷൻ ആയിട്ട് ചെയ്താലും മതി, കുറച്ച് പാട്ടുകളൊക്കെ വെച്ചിട്ട് കേട്ടോ. ഒപ്പന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന തിരുവാതിര, ഒപ്പന എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരിക്കാം കേട്ടോ. ഇനി പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് എൻഗേജ്ഡ് ആവാം. ഇനി കോൺവൊക്കേഷൻ ആണ് ഇനി അത് കഴിഞ്ഞ് വരാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും വരാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസം പാരന്റ്സിനോട് പറയാം എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ആലിയാസ് വേൾഡ് എന്നൊരു കുട്ടി ഉണ്ടായല്ലോ, ആലിയ. ഇന്ന് കേറിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കിടക്കയില്ലേ, കുഞ്ഞിന് കരച്ചിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതെ, അപ്പോ ബൈ, മിസ് യു എല്ലാവരും കേട്ടോ. മാമിന്റെ സപ്പോർട്ടിനും ഗൈഡൻസിനും എല്ലാം ഒരുപാട് താങ്ക് യു. ഓക്കെ, ചിലപ്പോ എല്ലാവർക്കും എല്ലാം നല്ലത് മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. നമ്മൾ കാണുന്നല്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.